വോട്ടർ പട്ടിക കൃത്രിമത്വത്തിൽ പാർലമെന്റിനകത്തും പുറത്തും പ്രതിഷേധത്തിന് നീക്കം. ലോക്സഭയിൽ അടിയന്തര പ്രമേയത്തിന് കോൺഗ്രസ് ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നു. ഇന്ത്യ സഖ്യം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തും. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നോട്ടീസിന് രാഹുൽ ഗാന്ധി ഇന്ന് മറുപടി നൽകാനും സാധ്യതയുണ്ട്. വിവരങ്ങളുമായി പിയ സുനിലുണ്ട് ദില്ലിയിൽ നിന്നും. പിയ സുനിൽ, ഗുഡ് മോർണിംഗ് വൺസ് അഗെയിൻ. ഇന്ന് ദില്ലിയിൽ നടക്കാൻ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ നിർണായകമായ രാഷ്ട്രീയ നീക്കങ്ങളാണ്. ഇന്ത്യ സഖ്യം അടർന്നുപോയി എന്ന് കരുതിയിടത്ത് നിന്ന് രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി വെളിപ്പെടുത്തലിലൂടെ ഒറ്റക്കെട്ടായിട്ട് നിൽക്കാൻ പോവുകയാണ്. 300 എംപിമാരാണ് രാജ്യസഭയിൽ നിന്നും ലോക്സഭയിൽ നിന്നും ഇറങ്ങിവന്ന് പ്രതിഷേധിക്കാൻ പോകുന്നത്. പാർലമെന്റിനകത്തും പുറത്തും രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി ക്യാമ്പയിന് ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി പിന്തുണ നൽകുകയാണോ പിയ സുനിൽ? അരുൺ, തീർച്ചയായും ഈ വോട്ട് ചോരി വിവാദം ഇപ്പോൾ ദേശീയ തലത്തിൽ വലിയ ചർച്ചയായി മാറുകയാണ്. ഏതായാലും ബീഹാർ തെരഞ്ഞെടുപ്പൊക്കെ തന്നെ ആരംഭിക്കാനിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണം വലിയ വിഷയമായി പ്രതിപക്ഷം ദേശീയ തലത്തിൽ ഉയർത്തുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഈ വോട്ട് ചോരി വിഷയം രാഹുൽ ഗാന്ധി ഉയർത്തിക്കൊണ്ടുവന്നത്. ഏതായാലും ഇന്ന് പാർലമെന്റിനുള്ളിലും ഈ വിഷയം വളരെ ശക്തമായി ഉന്നയിക്കാൻ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ തീരുമാനിച്ചിരിക്കുന്നു. ഇന്ത്യ സഖ്യം ഒറ്റ ബ്ലോക്കായി തന്നെ ഒറ്റക്കെട്ടായി തന്നെ ഈ വിഷയത്തിൽ മുന്നോട്ട് പോകാനുള്ള തീരുമാനവും എടുത്തിരിക്കുന്നു. രാവിലെ 10 മണിക്ക് ഇന്ത്യ സഖ്യത്തിന്റെ യോഗം പാർലമെന്റിൽ ചേരുന്നുണ്ട്. അതിനുശേഷം 10:30 മണിക്ക് പാർലമെന്റ് കവാടത്തിൽ ഇന്ത്യ സഖ്യം ഒറ്റക്കെട്ടായി പ്രതിഷേധ ധർണ നടത്തും. അതിനുശേഷം എല്ലാ അംഗങ്ങളും പാർലമെന്റിന്റെ ഇരുസഭകളിലും എത്തിയ ശേഷം പിന്നീട് അവിടെ ചർച്ച ആവശ്യപ്പെട്ട് പ്രതിഷേധമുയർത്തും. ചർച്ചയ്ക്ക് അനുമതി നിഷേധിക്കുകയാണെങ്കിൽ വളരെ ശക്തമായ പ്രതിഷേധ നീക്കം പാർലമെന്റിന്റെ ഇരുസഭകളിലും തുടരും. അതിനുശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് മാർച്ച് നടത്തുകയും തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ വിഷയം ഉന്നയിക്കാനുമാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യം തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ സഖ്യം ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഒരു കാഴ്ച ഇപ്പോൾ പാർലമെന്റിലുണ്ട്. അപ്പോൾ ആ ഇന്ത്യ സഖ്യത്തിൽ നിന്നൊക്കെ തന്നെ ചില ഭിന്ന സ്വരങ്ങൾ നേരത്തെ കേട്ടിരുന്നുവെങ്കിൽ പോലും പക്ഷേ ഈ വിഷയത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ലോക്സഭയിൽ ഇപ്പോൾ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയിരിക്കുന്നത് മാണിക്കം ഠാക്കൂറാണ്. രാജ്യസഭയിലും കോൺഗ്രസ് അംഗങ്ങൾ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയിട്ട് അപ്പോൾ 2 സഭകളിലും ആദ്യം ചർച്ച വേണമെന്ന് ആവശ്യപ്പെടും. ചർച്ചയ്ക്ക് അനുമതി നിഷേധിക്കുകയാണെങ്കിൽ പിന്നീട് ശക്തമായ പ്രതിഷേധമുയർത്തി തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് മാർച്ച് നടത്തും. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോൺഗ്രസിനെ അറിയിച്ചിരിക്കുന്നത് 30 അംഗങ്ങൾക്ക് കമ്മീഷനെ കാണാൻ അനുമതി നൽകാം എന്നതാണ്. ഇത് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോൺഗ്രസിന് ഇപ്പോൾ കത്ത് നൽകിയിട്ടുണ്ട്. അതേസമയം മുഴുവൻ അംഗങ്ങളെയും കാണണമെന്നൊരു നിലപാട് ഈ പ്രതിഷേധമുയർത്തുന്ന ഇന്ത്യ സഖ്യം ഒറ്റക്കെട്ടായി ഉയർത്തുകയാണെങ്കിൽ അത് വലിയ പ്രതിഷേധ കാഴ്ചകളിലേക്ക് തന്നെ കാര്യങ്ങൾ പോകും. ഇപ്പോൾ പാർലമെന്റിന്റെ ട്രാൻസ്പോർട്ട് ഭവന് സമീപത്തുള്ള ഗേറ്റിലൂടെയായിരിക്കും ഇന്ത്യ സഖ്യം പ്രതിനിധികൾ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് നീങ്ങുക. ഇപ്പോൾ പോലീസ് അറിയിക്കുന്നത് ഇവർക്ക് പ്രതിഷേധവുമായി മുന്നോട്ട് പോകുന്നതിന് ഒരു പ്രത്യേക വഴി സജ്ജമാക്കി നൽകും എന്നാണ്. ഓക്കെ, ആ വഴി ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ജനാധിപത്യം പെരുവഴിയിലാവാതിരുന്നാൽ മതി. പിയ സുനിൽ, ആ ദൃശ്യങ്ങളൊക്കെ നമുക്ക് പ്രേക്ഷകരെ കാണിക്കുകയും ചെയ്യാം. അല്പസമയത്തിൽ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണിക്കാം.